ഹായ് ഗൈസ്. ഇപ്പോഴത്തെ കാലത്തെ കുറെ അറിവുള്ള ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് ഈ വണ്ടിക്കകത്ത് എണ്ണ കുറച്ചടിച്ചാലോ അല്ലെങ്കിൽ ലോ ഫ്യൂലൊക്കെ വണ്ടി ഓടിച്ചാലോ കംപ്ലൈന്റ് വരത്തില്ല, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ ടെക്നോളജി ഒക്കെ മാറിയിട്ടുണ്ട്, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അവർ റീസൺ ആയിട്ട് പറയുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്യൂൽ ടാങ്കിനകത്ത് ഒരു ഫ്യൂൽ പമ്പ് വരുന്നുണ്ടല്ലോ, ആ പമ്പ് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഫ്യൂലിനകത്ത് മുങ്ങിയാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ടാങ്കിന്റെ അകത്ത് എണ്ണ തീർന്നാലും ഈ പമ്പ് കിടക്കുന്ന ചെറിയൊരു ബൗളിന്റെ അകത്താണ്, അപ്പൊ അതിന്റെ അകത്ത് എപ്പോഴും എണ്ണയുണ്ട്, അപ്പൊ വണ്ടിക്ക് ഒരു പ്രശ്നവും വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരോട് ഞാൻ ആദ്യം തന്നെ ഒരു കേസ് പറയാം. നമ്മൾ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയാണെങ്കിൽ പോലും, അതായത് 2025 ഇറങ്ങുന്ന വണ്ടിയാണെങ്കിൽ പോലും ഈ ഫീഡ് പമ്പ് ഉണ്ടല്ലോ, അതായത് ഈ ഫ്യൂല് വലിച്ചെടുക്കുന്ന ഈ പമ്പ് എപ്പോഴും എണ്ണക്കകത്ത് മുങ്ങി കിടക്കുമല്ല. എല്ലാ വണ്ടികളും അങ്ങനെ വരുന്നുമില്ല. പോയിട്ട് ഈ പറയുന്ന 100-ല് ചിലപ്പോൾ ഒരു 5% വണ്ടികളായിരിക്കും ആ ഒരു ടൈപ്പിൽ ഇറങ്ങുന്നത്. ബാക്കി എല്ലാ വണ്ടികളും, അതായത് 95% വണ്ടികളും ഈ ഫ്യൂൽ പമ്പ് നോർമൽ രീതിയിൽ ടാങ്കിൽ കിടക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി എപ്പോഴും ഫ്യൂല് കുറച്ചടിക്കുമ്പോഴോ അല്ലെങ്കിൽ ലോ ഫ്യൂല് വണ്ടി ഓടിക്കുമ്പോഴോ കംപ്ലൈൻസ് മസ്റ്റ് ആയിട്ടും വരും. അത് പെട്രോൾ വണ്ടിയാണെങ്കിലും ഡീസൽ വണ്ടിയാണെങ്കിലും കംപ്ലൈൻസ് വരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അത് തന്നെയാണ്. അതായത് ലോ ഫ്യൂലിൽ വണ്ടി എപ്പോഴും ഓടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നം വരും, അതെങ്ങനെയാണ് വരുന്നത്, ഇത്രയാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നല്ല സപ്പോർട്ടായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പെട്രോൾ വണ്ടിയുടെ കേസ് പറയാം. കാരണം ഡീസൽ വണ്ടിയെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോൾ വണ്ടിക്ക് കുറച്ചുകൂടെ കംപ്ലൈൻസ് കുറവുമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം പെട്രോൾ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ ഡീസലിന്റെ കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്. അതായത് പെട്രോൾ വണ്ടിക്ക് ഡീസൽ വണ്ടിനെ വെച്ച് നോക്കുമ്പോൾ കംപ്ലൈൻസ് കുറവാന്ന് പറയുന്നത് പൊതുവേ ഉള്ള കുറവാണ്, അല്ലാതെ പെട്രോൾ വണ്ടിക്ക് കംപ്ലൈന്റ് തീരെ ഇല്ല എന്നല്ല. അപ്പൊ പെട്രോൾ വണ്ടിയുടെ കേസ് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വേസ്റ്റും വന്ന് അടിയുന്ന ഒരു സ്ഥലവും കൂടെ. അതായത് ഇപ്പൊ മെറ്റലിന്റെ തുരുമ്പുണ്ടാവാം, അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തുള്ള കരടുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ ഫ്യൂവൽ കുറയുമ്പോഴത്തേക്ക് ഏറ്റവും അടിയിലുള്ള മട്ടായിരിക്കും ആദ്യം ഈ പമ്പ് വലിച്ചെടുക്കുന്നത്. ഇപ്പൊ പലരും പറയും ഇപ്പത്തെ ടാങ്ക് ഒന്നും മെറ്റൽ അല്ല വരുന്നത്, ഫൈബർ പാർട്സ് ആണ് വരുന്നതെന്ന് പറയും. പക്ഷെ ഫൈബറിന്റെ ടാങ്ക് എല്ലാ വണ്ടിക്കകത്തും ഇല്ല. അപ്പൊ കൂടുതലും പഴയ വണ്ടികളാണെങ്കിലും പുതിയ വണ്ടികളാണെങ്കിലും മെറ്റലിന്റെ ടാങ്കാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ തുരുമ്പെടുക്കാൻ ചാൻസ് ഉള്ള ടാങ്കുകളാണ് വരുന്നത്. അപ്പൊ എണ്ണ കുറയുമ്പോഴത്തേക്ക് ഈ പൊടിയും കാര്യങ്ങളെല്ലാം ഏറ്റവും അടി വന്ന് അടിയുകയും ചെയ്യും. ഈ സാധനമെല്ലാം നമ്മുടെ പമ്പ് വലിക്കുകയും ചെയ്യും. അപ്പൊ പമ്പ് വലിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം കംപ്ലൈന്റ് വരുന്നത് നമ്മുടെ സ്ട്രെയിനറല്ല. അതായത് സ്ട്രെയിനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിൽറ്റർ പോലത്തെ സാധനം, അതായത് അരിപ്പാന്ന് പറയാം. ഈ അരിപ്പ ആദ്യം തന്നെ വലിച്ചെടുക്കുമ്പോൾ ഈ പൊടിയും കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ട് അടിഞ്ഞിട്ട് ആദ്യം തന്നെ അരിപ്പ അങ്ങോട്ട് അടഞ്ഞു പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ഈ പമ്പിന്റെ പ്രഷർ കൂടാൻ തുടങ്ങും. അപ്പൊ പമ്പിന് ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള സാധനം കിട്ടാതെ വരുമ്പോഴത്തേക്ക് പമ്പിന് കംപ്ലൈന്റ് വരാൻ തുടങ്ങും, ഇഞ്ചക്ടറിന് കംപ്ലൈന്റ് വരാൻ തുടങ്ങും, പിന്നെ സ്ട്രെയിനർ ഓൾറെഡി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെയും കംപ്ലൈന്റ് വരും. അപ്പൊ പെട്രോൾ വണ്ടിക്ക് മെയിൻ ആയിട്ടും ഈ ഒരു 3 സ്ഥലത്താണ് കംപ്ലൈന്റ്സ് വരും. ഇനിയിപ്പോ കംപ്ലൈന്റ് വന്നാൽ തന്നെ നമുക്ക് വണ്ടിക്കകത്ത് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് മിസ്സിങ്ങും പവർ കുറവും മൈലേജ് കുറവും അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. മെയിൻ ആയിട്ട് മിസ്സിങ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് റിപ്പയർ ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിൾ ആണ്. അതായത് പെട്രോൾ വണ്ടിയാണെങ്കിൽ കംപ്ലീറ്റ് പ്ലഗ് കാര്യങ്ങൾ മാറുന്നു, ഫ്യൂൽ പമ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, അതുപോലെ സ്ട്രെയിനറും കംപ്ലീറ്റ് ക്ലീൻ ചെയ്തുവാണെങ്കിൽ ഈ കംപ്ലൈന്റ് തീർന്നു. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ വണ്ടിയുടെ കേസിൽ. അടുത്തത് നമ്മുടെ ഡീസൽ വണ്ടിയുടെ കേസാണ്. ഡീസൽ വണ്ടിയുടെ കുറച്ചുകൂടെ കൂടുതലാണ് കംപ്ലൈന്റ്സ് വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ വണ്ടികളിൽ. അതായത് CRDI സിസ്റ്റം വരുന്ന നമ്മുടെ പുതിയ ഡീസൽ വണ്ടികളിലൊക്കെയാണ് പെട്ടെന്ന് കംപ്ലൈന്റ്സ് വരുന്നത്. അപ്പൊ അതെന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ കംപ്ലൈന്റ് വരുന്നത് നമ്മുടെ ഹൈ പ്രഷർ പമ്പിലോട്ടായിരിക്കും. അപ്പൊ ഹൈ പ്രഷർ പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിന്റെ അകത്ത് വരുന്ന ഡീസലിനെ നല്ല പ്രഷറിൽ നമ്മുടെ ഇഞ്ചക്ടറിന്റെ അകത്തോട്ട് വിടുക എന്നുള്ള പരിപാടിയാണ് ഈ ഒരു ഹൈ പ്രഷർ പമ്പിന്റെ അകത്ത് നടക്കുന്നത്. അപ്പൊ ഈ ഡീസൽ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷറിലോട്ട് മാറ്റുക മാത്രമല്ല ഒരു ലൂബ്രിക്കേഷൻ കൂടെ അതിനകത്ത് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിൻ ഓയിൽ നമ്മുടെ എഞ്ചിന്റെ അകത്ത് എങ്ങനെയാണ് വർക്ക് ആകുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഹൈ പ്രഷർ പമ്പിന്റെ അകത്ത് ഡീസലും വർക്ക് ആകുന്നു. അതായത് ഹൈ പ്രഷർ പമ്പിന്റെ അകത്ത് പ്ലഞ്ചർ വരുന്നുണ്ട്, അതുപോലെ കെയിം ഷാഫ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓയിലല്ല ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡീസൽ കയറി വന്നിട്ടാണ് ലൂബ്രിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ കൂളിംഗിന്റെ സംഭവമുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് വർക്ക് ആകാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൈ പ്രഷർ പമ്പിന് കംപ്ലൈന്റ് വരാൻ തുടങ്ങും. ഹൈ പ്രഷർ പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്ന ഡീസൽ വണ്ടിയുടെ ഒരു മെയിൻ പാർട്സാണ്. അപ്പൊ അത് കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല രീതിയിൽ പൈസ പോകും. അതുപോലെ തന്നെ ഇഞ്ചക്ടറിന്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സോളിനോട് വാൽവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ലൂബ്രിക്കേഷൻ നടക്കാതെ വരുമ്പോഴും അതുപോലെ കറക്റ്റ് പ്രഷറിൽ ഈ ഒരു ഡീസൽ വരാതിരിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അവിടെയും കംപ്ലൈന്റ് വരും. അപ്പൊ ഇഞ്ചക്ടർ പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, അത്യാവശ്യം നല്ല പൈസ അവിടെയും പോകും. അപ്പൊ ഡീസൽ വണ്ടിയിൽ മെയിൻ ആയിട്ട് ഈ ഒരു 2 ഭാഗത്തിനാണ് മെയിൻ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത്. പക്ഷെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ അടുത്ത കേസാണ് നമ്മുടെ ഡീസൽ വണ്ടിയിൽ ഈ ഒരു കൂളിംഗ് സിസ്റ്റം വർക്ക് ആകാതെ. കൂളിംഗ് സിസ്റ്റത്തിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ടാങ്കിന്റെ അവിടെ നിന്നുള്ള ഒരു ഫ്ലോ എന്ന് പറഞ്ഞുതരാം. അതായത് ടാങ്കിന്റെ അകത്ത് ഡീസൽ ആദ്യം വരുന്നത് ഹൈ പ്രഷർ പമ്പിലോട്ടായിരിക്കും. ഹൈ പ്രഷർ പമ്പിന്റെ അവിടുന്ന് നേരെ നല്ല പ്രഷറിൽ സോളിനോട് വാൽവിലോട്ട് പോകും. നമ്മുടെ ഓരോ ഇഞ്ചക്ടറിന്റെ അകത്തോട്ടും കറക്റ്റ് രീതിയിൽ ഈ ഒരു ഡീസലിനെ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പൊ ഈ ഫ്ലോയ്ക്കകത്ത് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കും. കാരണം എഞ്ചിന്റെ മുകളിലാണ് ഈ ഒരു ഇഞ്ചക്ടർ നിൽക്കുന്നത്. അപ്പൊ ഇഞ്ചക്ടറിൽ എപ്പോഴും നല്ല രീതിയിൽ ഇങ്ങനെ ഹീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഡീസലും ചൂടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഡീസൽ ചൂടാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോളിനോട് വാൽവിന്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡീസൽ നമ്മുടെ എഞ്ചിന്റെ അകത്തോട്ട് പോകുന്നില്ല.
കാരണം കുറെ അവിടെ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴത്തേക്ക് അത് ഓവർഫ്ലോ പൈപ്പ് വഴി നേരെ ടാങ്കിന്റെ അകത്തോട്ടായിരിക്കും പിന്നെയും പോകുന്നത്. അതായത് ടാങ്കിന്റെ അകത്തുനിന്ന് ഡീസൽ വരുന്നു, ഇഞ്ചക്ടറിന്റെ അവിടുന്ന് ഓവർ ആയി കഴിയുമ്പോൾ അത് വീണ്ടും ടാങ്കിന്റെ അകത്തോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഈ ചൂടായിട്ടുള്ള സാധനമാണ് നേരെ ടാങ്കിന്റെ അകത്തോട്ട് വന്നത്. അപ്പൊ ടാങ്കിന്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്നാ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീസൽ കിടപ്പുണ്ടെങ്കിൽ ഈ ചൂട് ഡീസലും കൂടെ വന്നിട്ട് അതങ്ങ് മിക്സ് ആയിട്ട് തണുത്തിട്ട് വീണ്ടും കയറി പോകും. അതേസമയം കുറച്ച് ഡീസൽ ഉള്ളെന്ന് വെച്ചു, ഈ ചൂട് ഡീസൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കും. അതായത് ഇടയ്ക്ക് മുട്ടിനല്ല വരുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ടാങ്ക് വരുമ്പോഴത്തേക്ക് ഇത് ചൂടാവുന്നു, തണുക്കുന്നു, കയറി പോകുന്നു. ആ ഒരു പ്രോസസ് ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഡീസലിന്റെ അളവ് കുറവാണ് എന്നെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് ഡീസൽ വരികയും ചെയ്യും, വീണ്ടും ചൂടായിട്ടുള്ള ഡീസൽ കയറി പോവുകയും ചെയ്യും. അപ്പൊ പല സ്ഥലങ്ങളിലും ഈ ഹീറ്റ് ആയിട്ടുള്ള സംഭവം കയറി പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഫ്യൂൽ പമ്പിനും ഇഞ്ചക്ടറിനൊക്കെ വീണ്ടും കംപ്ലൈൻസ് കൂടാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഈ രീതിയിലും ഡീസലിന്റെ അളവ് കുറവാണെങ്കിൽ കംപ്ലൈൻസ് വരാം. ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ വണ്ടി ഒരു സെക്കൻഡ് എടുത്താണെങ്കിൽ ഇതിന് മുമ്പത്തെ ആള് ചിലപ്പോൾ ലോ ഫ്യൂലിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും കംപ്ലൈൻസ് വരിക. കാരണം നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 2-3 വർഷം കൊണ്ട് വരുന്ന കംപ്ലൈന്റ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സമയത്തേലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫ്യൂലും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോവുക. അതായത് എപ്പോഴും വണ്ടിക്കകത്ത് ഒരു ഇത്ര പെർസെന്റേജിലും എണ്ണ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു ലിറ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ മിനിമം ഒരു 2 ലിറ്ററോ അല്ലെങ്കിൽ 3 ലിറ്ററോ ആയാലും വണ്ടിക്കകത്ത് ഉണ്ടായിരിക്കുക. ഇപ്പൊ ഫ്യൂൽ ഗേജ് ആണെങ്കിൽ അതിനകത്ത് ഒരു റെഡ് ലൈൻ എപ്പോഴും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ റെഡ് ലൈനിലോട്ട് വരാൻ നോക്കണ്ട. അതിന് മുകളിൽ എത്തുന്ന സമയത്ത് തന്നെ ഫ്യൂല് നമ്മൾ അടിക്കുക. അതായത് ഇപ്പൊ ഒരു കട്ട എന്നൊക്കെ പറയല്ലേ, അത് 1 കട്ട 2 കട്ട എന്നൊക്കെ പറയല്ലേ, ആ 1 കട്ടയിലുള്ള സമയത്തേലും നമ്മുടെ ഫ്യൂൽ അതിന്റെ അകത്ത് വന്നിരിക്കണം. അതായത് റെഡിലോട്ട് കയറാതിരിക്കുക. അപ്പൊ ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഫ്യൂൽ സിസ്റ്റത്തിന് കംപ്ലൈന്റ് വരാതിരിക്കും, പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു പരിധി വരെ കംപ്ലൈന്റ്സ് വരുന്നതിന്റെ ചാൻസുകളാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.